കോന്നിക്കോടിലെ 19-കാരി ഗായത്രിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഡിവൈഎഫ് നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ അടൂരിലെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെ മുമ്പിൽ നടത്തുന്നത്. ദ്രോണ ഡിഫൻസ് അക്കാദമി യോഗ സെന്ററിനെതിരെയാണ് പ്രതിഷേധം നടക്കുന്നത്. ഇന്നലെ ഈ പെൺകുട്ടിയുടെ അമ്മ ഗുരുതര ആരോപണമാണ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെ നടത്തിയിരിക്കുന്നത്. അതായത് ഇവിടുത്തെ ട്രെയിനറുടെ മാനസിക പീഡനം മൂലമാണ് വിദ്യാർത്ഥിനിയെ ആത്മഹത്യ ചെയ്തെന്നാണ് അമ്മയുടെ ആരോപണം. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി ആയിരിക്കുന്ന മുഹമ്മദ് അനസൂടെ ചേരുകയാണ്. എന്താണ് ഇത്തരം ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് ഡിവൈഎഫ്ഐ കടക്കാൻ കാരണം? കഴിഞ്ഞ ദിവസം 5:30 മണിക്കാണ് കൂടൽ സ്വദേശിനിയായ ഗായത്രി എന്ന് പറയുന്ന പെൺകുട്ടി വീട്ടിൽ തൂങ്ങി മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. ആ തൂങ്ങി മരണത്തിന് ശേഷം അവരുടെ കൃത്യമായി കൊടുത്ത ഒരു വാചകം, പോലീസിന് കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതിനകത്ത് കൃത്യമായി രേഖപ്പെടുത്തുന്നു. ഈ ദ്രോണ എന്ന് പറയുന്ന അടൂരിലെ സ്ഥാപനത്തിൻ്റെ ആ ട്രെയിനറായിരിക്കുന്ന പ്രദീപ് എന്ന് പറയുന്ന ആൾ അത് ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട്, ഡേറ്റിങ്ങിന് ക്ഷണിച്ചിട്ടുണ്ട്. അതിൻ്റെ വാട്സാപ്പ് ചാറ്റുകൾ അടക്കമുള്ള വാട്സാപ്പ് ചാറ്റുകൾ പുറത്തു വരാൻ പോകുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയ ആ കാരണം കൊണ്ടാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് ആ അമ്മ പോലീസിനോട് കൃത്യമായി പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊന്ന് ഡിവൈഎഫ്ഐയുടെ ഏരിയ കമ്മിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ തിരക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിന് മുമ്പ് ഇതേ മാനസികാവസ്ഥയിൽ ഒരു പെൺകുട്ടി, ട്രെയിനിങ്ങിന് വന്ന പെൺകുട്ടി, ഇദ്ദേഹത്തിൻ്റെ ഇത്തരം മോശമായ ഇടപെടൽ മൂലം പെൺകുട്ടി ട്രെയിനിങ് നിർത്തി പോകുന്നൊരു സാഹചര്യം ഈ ട്രെയിനിങ് സെൻറ്ററുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് നേരിട്ട് നടത്തിയ അന്വേഷണത്തിൽ ഡിവൈഎഫ്ഐക്ക് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം ട്രെയിനിങ് സെൻറ്ററിൽ ഇപ്പോൾ അഗ്നിവീർ പദ്ധതി പോലുള്ള പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്താകമാനം വലിയ രീതി കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കൊല്ലത്ത് ഇപ്പോൾ വന്ന വാർത്ത, ഇതുപോലുള്ള സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഈ മോശമായ രീതിയിലുള്ള ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ട്രെയിനിങ് സെൻറ്ററിൻ്റെ ഒരു വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരം ട്രെയിനിങ് സെൻറ്ററിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കണോ വേണ്ട എന്ന് ഡിവൈഎഫ്ഐ ആണ് ഇനി തീരുമാനിക്കുന്നത്. ഒരു കാരണവശാലും ഇത്തരം മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഇത്തരം സ്ഥാപനങ്ങൾ ഒരു കാരണവശാലും അടൂരിൻ്റെ മണ്ണിൽ തുറന്ന് പ്രവർത്തിക്കുവാൻ ഡിവൈഎഫ്ഐ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. ശക്തമായ പ്രതിഷേധമായാണ് ഇതിപ്പോൾ ആദ്യഘട്ടമാണ്. ഡിവൈഎഫ്ഐ ഒരു സൂചനാ സമരമാണ് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റി ഇവിടെ നടത്തിയത്. അതിശക്തമായ രീതിയിലുള്ള ഇനി വരും നാളുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരാൻ പോകുകയാണ്. ഈ പുറത്തു വരുന്ന മുറയ്ക്ക് ഡിവൈഎഫ്ഐ സമരം വേണ്ട രീതിയിൽ ആലോചിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന പോലെ ആരോപണവിധനായ ട്രെയിനറാണോ ഈ മരണത്തിന് ഉത്തരവാദി? അതായത് അത്തരത്തിൽ മാനസിക പീഡനമാണോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. മറ്റേതെങ്കിലും കാരണങ്ങളുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം തുടരുകയാണ് എന്നാണ് പറയേണ്ടിട്ടുള്ളത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജിറ്റി ബാബു, കേരള ന്യൂസ്, പത്തനംതിട്ട.